ഹലോ ഡിയേഴ്സ്, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് എൻ്റെ വീടിൻ്റെ മുകളിൽ വന്ന് വീഴുന്നതും വീടിൻ്റെ ഒരു വശം തകർത്തിട്ട് തൊട്ടടുത്തുള്ള തോട്ടിൽ വന്ന് കിടക്കുന്നതും ഒക്കെ കണ്ടു. അപ്പോൾ ആ ഒരു ഈറി ഇഫക്റ്റ്, ആ ഒരു നെഗറ്റീവ് ഇഫക്റ്റ്, ഇറ്റ് വാസ് ദെയർ ഇൻ മൈ മൈൻഡ് ആഫ്റ്റർ വേക്കിംഗ് അപ്പ് ഓൾസോ ഫോർ ഫ്യൂ hours. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ ആക്ച്വലി ഷീ ലാഫ്ഡ് അറ്റ് മീ ആൻഡ് ഷീ സെഡ് ഷീ ഡസൻറ്റ് ഡ്രീം അറ്റ് ഓൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സ്വപ്നം കാണാത്ത ദിവസങ്ങളില്ല. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഓൾമോസ്റ്റ് എവറി ഡേ ഐ ഡ്രീം ആക്ച്വലി നമ്മൾ സ്വപ്നം കാണുക എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. മനുഷ്യർ മാത്രമല്ല സ്വപ്നം കാണുന്നത്, ആനിമൽസും സ്വപ്നം കാണാറുണ്ട്. പക്ഷെ നമ്മളിത് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിന്റെ ഏത് സ്റ്റേജിൽ എണീക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്വപ്നങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത്. ഉറക്കത്തിന് 4 സ്റ്റേജസ് ആണുള്ളത്: N1, N2, N3 ആൻഡ് REM. ഈ ഒരു 4 സ്റ്റേജസും ഒരു 90 മിനിറ്റ്സ് ഒരു സൈക്ലിംഗ് ആണ്, ഒരു പ്രൊസീജിയർ ആണ്. അതിൽ N1 എന്ന് പറയുന്നത് ആക്ച്വലി 5 to 10 മിനിറ്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് N1 എന്ന് പറയുന്നത്. N2 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈറ്റ് സ്ലീപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അതെന്ന് പറയുന്നത് അറൗണ്ട് ഒരു 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഓർമ്മകളൊക്കെ സോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നമ്മുടെ വൈറ്റൽ സൈൻസ്, ദാറ്റ് മീൻസ് ബോഡി ടെമ്പറേച്ചർ, പൾസ്, ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ പതിയെ ലോ ആവാൻ തുടങ്ങും. തേർഡ് സ്റ്റേജ് N3 ആണ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ പറയില്ലേ അവൻ ചത്ത പോലെ കിടക്കുന്നു. ദാറ്റ് മീൻസ് ഒരു ഡീപ്പ് സ്ലീപ്പ് ആണ് ആ ഒരു ടൈം. അവിടെ നമ്മൾ സ്വപ്നം ഒന്നും കാണാറില്ല, നമ്മുടെ വൈറ്റൽ സൈൻസ് ഒക്കെ തീരെ ലോ ആയിരിക്കും. REM ആണ്. REM മീൻസ് റാപ്പിഡ് ഐ മൂവ്മെന്റ്. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ വൈറ്റൽ സൈൻസ് ഒക്കെ ബാക്ക് ടു ദ നോർമൽ സ്റ്റേജ്, പക്ഷെ നമ്മുടെ ബോഡി പാരലൈസ് ആയിരിക്കും. അപ്പോൾ ബ്രെയിൻ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആണ്, പക്ഷേ ആക്ച്വലി അവർ ബോഡി ഈസ് പാരലൈസ്ഡ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ബോഡിയും കൂടെ ആക്റ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ലോജിക്കൽ പാർട്ടായിട്ടുള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഇനാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്കൊക്കെ ഒരു സ്ട്രേഞ്ചർ സ്വഭാവം ഉണ്ടാകുന്നത്. Then why do we dream? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ, if you have any idea, just comment.